നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ അവറുകള് കാണാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഈ വീഡിയോ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. എത്തുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പാതി വഴിക്ക് വെച്ചിട്ട് വീഡിയോ വേറെ ഏതെങ്കിലും വഴിയിലോട്ട് ഡൈവേർട്ടായി പോകുമെന്നും അറിയില്ല. നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. തംബ്നെയിലില് ഞാനൊരു ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. KSRTC തൂപ്പുംപടിയെ തഴയുന്നു. എന്റെ ഇന്നലത്തെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുൻപിലേക്ക് ഇത് എത്തിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സാധാരണഗതിയിൽ യാത്ര ചെയ്യുന്ന ആളാണ്. അതിനായിട്ട് ഞാൻ ബസ് ഉപയോഗിക്കും, ട്രെയിൻ ഉപയോഗിക്കും, മറ്റു യാത്രാ സംവിധാനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. കൂടുതലും ട്രെയിനിലും ബസ്സിലുമാണ്. അത് നമ്മുടെ സ്വന്തം KSRTC ആണ് ഉപയോഗിക്കുക. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു, ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ അമ്മ വീട് ചേർത്തലയിലായതുകൊണ്ട് തോപ്പുംപടിയിൽ നിന്ന് ചേർത്തലയിലേക്ക് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ളത് KSRTCയിലാണ്. പഴയ തോപ്പുംപടി പാലത്തിന്റെ അവിടെ KSRTC സൂപ്പർ ഫാസ്റ്റുകൾ വരുന്ന നോക്കിയിരുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ സർ. കൊച്ചിയുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ ഗതാഗത ചരിത്രത്തോളം തന്നെ വലിയ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് തോപ്പുംപടി. പക്ഷെ ഇന്ന് തോപ്പുംപടിയിലൂടെ KSRTCയുടെ സർവീസുകൾ വളരെ ഗണ്യമായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. എടക്കൊച്ചി അരൂര് പാലം ഏകദേശം 61 വർഷത്തിലധികമായി തോന്നുന്നു ആ പാലം നാട്ടിൽ വന്നിട്ട്. അപ്പോ ഇത് സംസ്ഥാന ഹൈവേയും, അതായത് നാഷണൽ ഹൈവേ ആയിരുന്ന കാലം മുതൽ KSRTCയുടെ എല്ലാ സർവീസുകളും തെക്കോട്ടുള്ള, അതായത് ആലപ്പുഴ വഴിയുള്ള തെക്കോട്ടുള്ള എല്ലാ സർവീസുകളും പോയിരുന്നത് തോപ്പുംപടി വഴിയാണ്. കാരണം തോപ്പുംപടി എന്ന് പറഞ്ഞാൽ കേരള ചരിത്രത്തിൽ അല്ലെങ്കിൽ ഗതാഗത വളർച്ചയിലൊക്കെ ഒരുപാട് പങ്ക് വഹിച്ചിട്ടുള്ള, നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള, പലരുടെയും ജീവിതം മാറ്റിമറിച്ചിട്ടുള്ള, അങ്ങ് തന്നെ പല പ്രാവശ്യവും തോപ്പുംപടിയിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടാവും. അങ്ങയുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ സിനിമാ ജീവിതത്തിന്റെ ഭാഗമായിട്ടോ. അപ്പോ കൊച്ചിയിലെ ഒരു വലിയ ജനവിഭാഗം തിങ്ങിപ്പാർക്കുന്ന തോപ്പുംപടി പോലെയുള്ള ഒരു സ്ഥലത്തെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇന്ന് KSRTC ബസ്സുകളുടെ യാത്ര. അത് വളരെയധികം ഖേദകരമാണ്. വൈറ്റില ഹബിന്റെ വരവോടുകൂടി ദീർഘദൂര ബസ്സുകളൊന്നും തോപ്പുംപടിയിൽ വരാണ്ടായി. അതും രാത്രി. പകല് വരുന്നില്ല. ഓക്കെ, പകല് വരാത്തതിനൊരു കാരണമുണ്ട്, ഞങ്ങൾ അത് അംഗീകരിക്കുന്നു. എറണാകുളം നഗരത്തിലെ ഭയങ്കരമായിട്ടുള്ള ബ്ലോക്ക് സർവീസുകളെ ബാധിക്കുന്നു എന്നുള്ളൊരു വിലയിരുത്തലുകൊണ്ടാണ് ബൈപ്പാസ് വഴി പോകുന്നത്. പക്ഷെ ഒരു അറിയിപ്പ് ഉണ്ടായിരുന്നു കുറെ കാലങ്ങൾക്ക് മുമ്പ്, രാത്രി 8 മണിക്ക് ശേഷം എല്ലാ ബസ്സുകളും നഗരത്തിൽ പ്രവേശിച്ച് തോപ്പുംപടി വഴിയായിരിക്കും പോവുക എന്നുള്ളത്. ഞാൻ ഇന്നലെ കരുനാഗപ്പള്ളിയിൽ നിന്ന് തോപ്പുംപടിയിലേക്ക് വരാനായിട്ട്, എൻ്റെ നാട്ടിലോട്ട് വരാനായിട്ട് ഒരു 8 മണിക്ക് ശേഷം കരുനാഗപ്പള്ളി ബസ് സ്റ്റാൻഡിൽ വന്ന് നിന്നതാണ്. ഏകദേശം 1 മണിക്കൂർ നിന്നു. ഒരു 6-7 ബസ്സുകൾ, ദീർഘദൂര ബസ്സുകൾ എറണാകുളം ഭാഗത്തേക്ക് വന്നു. എല്ലാം വൈറ്റില വഴി. ഒരു ബസ് പോലും തോപ്പുംപടി വഴിയില്ല. കരുനാഗപ്പള്ളി സ്റ്റേഷൻ മാസ്റ്ററോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി ഒരു ധാരണയില്ല. എന്തിനാണ് സർ ഇതുപോലെ അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ അവിടെ ജോലിക്ക് ഇരുത്തിയിരിക്കുന്നത്? അവർക്ക് വ്യക്തമായിട്ടുള്ളൊരു ഡാറ്റ ഇല്ലേ? എപ്പോഴാണ്, ഏത് ഭാഗത്തേക്കാണ്, എങ്ങോട്ടാണ് ബസ്സുകൾ വരുന്നത്? കൃത്യമായിട്ടുള്ളൊരു ഡാറ്റ ഇല്ലാത്ത, അറിവില്ലാത്ത ആളുകളെയാണോ അവിടെ സ്റ്റേഷൻ മാസ്റ്ററുടെ പദവി കൊടുത്ത് അവിടെ ഇരുത്തിയിരിക്കുന്നതും? മഹാകഷ്ടം. ഒരു 6-7 ബസ് പോയി കഴിഞ്ഞപ്പോൾ നിവർത്തിയില്ലാണ്ട് പിന്നെയും സമയം വൈകുന്നല്ലോ എന്ന് ഓർത്തിട്ട് ഒരു പാലക്കാട് ബസ് സൂപ്പർ ഫാസ്റ്റ് വന്നപ്പോൾ അതിൽ കയറി കഴിഞ്ഞപ്പോഴേക്കും ആ കണ്ടക്ടർ പറഞ്ഞു, ഞാൻ ചോദിച്ചു തോപ്പുംപടി വഴി ബസ് വരുമോ? അപ്പൊ പുള്ളി പറഞ്ഞു, പുള്ളി പുതിയ ആളാണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞു, ഒരു നിലമ്പൂര് ബസ് വരാനുണ്ട് എന്ന് തോന്നുന്നു, ഒരു പണി ചെയ്യുക, ഹരിപ്പാട് ഇറങ്ങിക്കോ, ഹരിപ്പാട് കവലയിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് കയറാന്ന് പറഞ്ഞു. ഓക്കെ ശരി. ഞാൻ 47 രൂപയുടെ ടിക്കറ്റ് എടുത്തു. കരുനാഗപ്പള്ളി മുതൽ ഹരിപ്പാട് വരെ 47 രൂപയുടെ ടിക്കറ്റാണ് എടുത്തത്. അപ്പൊ എന്റെ കയ്യിലൊരു കവർ ഉണ്ടായിരുന്നു. അത് എന്റെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് തന്ന ചക്കയായിരുന്നു. ഒരു ചക്ക പീസാക്കിയ ഒരു കവറായിരുന്നു. പുള്ളി അത് കണ്ടിട്ട് പറഞ്ഞു, ഇതിന് ലഗേജിന്റെ പൈസ തരണമെന്ന്. ഞാൻ തർക്കിക്കാനൊന്നും നിന്നില്ല. 22 രൂപ ലഗേജിന്റെ കാശും കൊടുത്തു. ഞാൻ വെറുതെ പറഞ്ഞതല്ല കേട്ടോ. ഞാൻ ഇന്നലെ യാത്ര ചെയ്തപ്പോ എടുത്ത ടിക്കറ്റുകളുടെ ഒരു കളക്ഷനാണിത്. കരുനാഗപ്പള്ളി ഹരിപ്പാട് 47 രൂപ, കരുനാഗപ്പള്ളി ഹരിപ്പാട് ലഗേജ് 22 രൂപ, ഹരിപ്പാട് ചേർത്തല 111 രൂപ, ചേർത്തല തോപ്പുംപടി 52 രൂപ. ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. അപ്പൊ ഇത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. പിന്നെ ഞാൻ കൊണ്ടുവന്ന ലഗേജിന്റെ ഒരു വീഡിയോയും ഫോട്ടോയും ഞാനിപ്പോ ഇതിൽ കാണിക്കുന്നുണ്ട്. ഹരിപ്പാടെത്തി ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിന്റെ ഫ്രണ്ടിൽ, എല്ലാ ബസ്സുകളും ഭക്ഷണം കഴിക്കാനായിട്ട് നിർത്തി കൊടുക്കുന്ന ഒരു ഹോട്ടലിന്റെ ഫ്രണ്ടിൽ നിർത്തിയപ്പോഴേക്കും തൊട്ട് പുറകിൽ ഒരു സുൽത്താൻ ബത്തേരി ബസ് വന്നപ്പോഴേക്കും അവരോട് നമ്മൾ ചോദിച്ചു, ഇങ്ങനെ ഇത് പോവും എറണാകുളം തോപ്പുംപടി ഇല്ല, നിലമ്പൂർ ബസ് അതുണ്ടോ ഇല്ലയോ എന്ന് അവർക്കും അറിയില്ല. പിന്നെ ഞാൻ ഓർത്തു, അപ്പോൾ ഇനിയിപ്പോ നമ്മൾ വേറെ ബസ്സുകൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല, എങ്ങനെയെങ്കിലും ചേർത്തല പോയി ഇറങ്ങാം. ചേർത്തല പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും ബസ് ഉണ്ടെങ്കിൽ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് ഹരിപ്പാട് നിന്ന് ചേർത്തല വരെ ടിക്കറ്റ് എടുത്തു. 111 രൂപയായി.
സാർ അത് ഓർക്കണം. ഒരു സാധാരണക്കാരന്റെ യാത്രയാണെന്ന് ഓർക്കണം. 111 രൂപയാ അവിടം വരെ. ഏകദേശം 11:30 മണിയോട് അടുപ്പിച്ച് ചേർത്തലയിൽ വന്ന് ഇറങ്ങി. ചേർത്തലയിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്ററോട് പോയി ചോദിച്ചു തോപ്പുംപടിക്ക് ബസ് ഉണ്ടോ? അപ്പൊ അദ്ദേഹം പറയാണ്, ഒരു കോയമ്പത്തൂർ ബസ് വരാനുണ്ടായിരുന്നു 11:15, അത് പോയല്ലോ എന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. വീണ്ടും ആവർത്തിക്കുന്ന അതേ പല്ലവിയാണ്. ഈ സ്റ്റേഷൻ മാസ്റ്ററെ അല്ലെങ്കിൽ KSRTCയിലെ ജീവനക്കാരെ ജനങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ അല്ലെ അവരെ നിയോഗിച്ചിരിക്കുന്നത്. പക്ഷെ ഇവരൊക്കെ എന്താണ് അവിടെ ചെയ്യുന്നത്? അവർക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണയില്ല. ബസ് വന്നോ പോയോ, ഏത് വഴിയിലാണ് വരുന്നത്, ഇതൊന്നും അവരെ ബാധിക്കാത്ത കാര്യങ്ങളായിട്ടാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത്. പിന്നെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു 12:15 ആയപ്പോഴേക്കും നേരത്തെ പറഞ്ഞ തൃശ്ശൂർ നിലമ്പൂർ സൂപ്പർ ഫാസ്റ്റ് വന്നു. അതിൽ കയറി അവിടുന്ന് 52 രൂപ കൊടുത്തിട്ടാണ് തോപ്പുംപടി ജംഗ്ഷനിൽ ഏകദേശം 1:15 ആയിട്ടുണ്ടാവും തോന്നുന്നുണ്ട് വന്ന് ഇറങ്ങുന്നത്. സാർ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്രമാത്രം ബുദ്ധിമുട്ടി. ഒരു ട്രെയിനിൽ ഒരു 45 രൂപയ്ക്ക് നടക്കുമായിരുന്ന ഒരു കാര്യം ബസ്സിൽ വരാനുണ്ടായ സാഹചര്യം, രാത്രി സൗത്തിൽ പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരണ്ടല്ലോ, തോപ്പുംപടി വഴി പോകുമ്പോൾ ഇറങ്ങിയാൽ വീട്ടിലെത്താൻ സുഖമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു യാത്രാമാർഗം തിരഞ്ഞെടുത്തത്. പിന്നെ KSRTCയിലെ യാത്ര ചെയ്യാനും എനിക്ക് ഇഷ്ടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് യാത്രകൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു സാധാരണക്കാരൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എത്രയാണെന്ന് താങ്കൾ അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്. താങ്കൾ ഈ ഗതാഗത മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇതിനു മുൻപും നടത്തിയ പരിഷ്കാരങ്ങൾ ഏറെ അഭിനന്ദനാർഹമാണ്. KSRTCയിൽ ഉണ്ടാകുന്ന എല്ലാ പരിഷ്കാരങ്ങളും KSRTCയെയും KSRTCയിലെ തൊഴിലാളികളെയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിൽ രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കുന്നില്ല സർ. പക്ഷെ ഇത്തരത്തിലുള്ള പ്രവണതകൾ, ഉദ്യോഗസ്ഥരുടെ പ്രവണത, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഇത്രയും പ്രാധാന്യമുള്ള തോപ്പുംപടിയിലൂടെ കടന്നു പോകാൻ ബസ്സുകൾ മടിക്കുന്നത് എന്തിന്? വൈറ്റില ഹബിനെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷനാക്കി മാറ്റുന്നു, അതിനോടൊന്നും എതിർപ്പേ ഇല്ല. പക്ഷേ ഇത്തരത്തിലുള്ളൊരു യാത്രാ സംവിധാനം, വൈറ്റിലയിൽ വന്നിട്ട് കുണ്ടന്നൂർ വഴി തോപ്പുംപടി കറങ്ങിപ്പോകാം. കാരണം രാത്രി ട്രാഫിക് ഇല്ലല്ലോ. കൂടി വന്നാൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ആയിരിക്കും എടുക്കുക അധികമായിട്ട്. എത്രയോ ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു രീതിയാണത്. ഞാൻ പറയുന്നത് മുഴുവൻ ബസ്സുകളും അങ്ങനെ കടത്തിവിടണമെന്ന് ഒരിക്കലും പറയില്ല. ഒരു 10 ബസ് പോകുമ്പോൾ ഒരു 2 ബസ്സെങ്കിലും തോപ്പുംപടി വഴി വിടാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിക്കൂടെ സാർ? അതിന് താങ്കൾ ദയവായി ഇത് വളരെ ഗൗരവമായിട്ട് എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം തോപ്പുംപടിയുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഫെയർ സ്റ്റേജ്, സാറിനറിയാമോ, പണ്ട് തോപ്പുംപടിക്ക് ഫെയർ സ്റ്റേജ് ഇല്ലായിരുന്നു. ഒരു എറണാകുളത്ത് നിന്ന് കയറുന്ന ഒരാള് പണ്ട് ചേർത്തല ടിക്കറ്റ് എടുക്കണമായിരുന്നു. കുറെ കാലമായിട്ട് എനിക്ക് തോന്നുന്നു എരമല്ലൂര് ഫെയർ സ്റ്റേജ് കൊടുത്തു. ഇപ്പൊ എരമല്ലൂർ ടിക്കറ്റ് എടുത്താൽ മതി സൂപ്പർ ഫാസ്റ്റിലൊക്കെ. അപ്പോഴും എരമല്ലൂർ ടിക്കറ്റ് എടുക്കണം. ഇത്രയും പ്രാധാന്യമുള്ള ഒരു സ്ഥലത്ത് ഫെയർ സ്റ്റേജ് ഇല്ല. എരമല്ലൂർ ടിക്കറ്റ് എടുക്കണം. തോപ്പുംപടിയിൽ നിന്ന് കയറുന്ന ഒരാൾ എരമല്ലൂർ വരെ ഉള്ള ചാർജ് കൊടുക്കണം. LS-ലും ഫാസ്റ്റ് പാസഞ്ചറിനൊക്കെ തോപ്പുംപടി പോയിന്റ് ഉണ്ട്, സൂപ്പർ ഫാസ്റ്റിൽ അനുവദിച്ചിട്ടുമില്ല. ഞാൻ പറഞ്ഞത് എത്രയോ ജനപ്രതിനിധികൾ തോപ്പുംപടിയിൽ നിന്നുണ്ടായിട്ടുണ്ട്. എത്രയോ ആളുകൾ, അതായത് കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന എത്രയോ വ്യക്തിത്വങ്ങളാണ്. ഇവരാരും ഇതിനൊന്നും ഒരു മുൻകൈ എടുത്തിട്ടില്ല. ഞാൻ ആരെയും പഴിക്കാൻ ആഗ്രഹിക്കുകയല്ല. പക്ഷെ ഇന്നലെ ഞാൻ അനുഭവിച്ച 5 മണിക്കൂർ ട്രെയിനിൽ 2 മണിക്കൂർ എടുക്കുന്നത്, അല്ലെങ്കിൽ നോർമലി ഒരു 3 മണിക്കൂർ കൊണ്ട് കരുനാഗപ്പള്ളിയിൽ നിന്ന് എറണാകുളത്തേക്ക് അല്ലെങ്കിൽ തോപ്പുംപടിയിൽ എത്താൻ പറ്റുന്ന ഒരു യാത്ര ഇന്നലെ 5 മണിക്കൂറിലധികം എടുത്തതിന്റെ ഒരു വലിയൊരു ദുഃഖം, അല്ലെങ്കിൽ ഈ ബസ്സിനെയും അതുപോലെ യാത്രകളെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയിലുമാണ് ഞാനിപ്പോൾ സാറിന്റെ മുമ്പിലേക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതിന് വേണ്ട നടപടികൾ എടുക്കാൻ താങ്കൾ മുൻകൈ എടുക്കുമെന്ന് വിശ്വസിക്കുകയാണ്. കൊച്ചിയുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ KJ മാക്സി അവറുകളും ഇത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എല്ലാവരുടെയും ഒരു പരിശ്രമത്തിന്റെ ഫലമായിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കും എന്ന് വിശ്വസിക്കുകയാണ്. സാറിലേക്ക് എത്തുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ഒരു എനിക്ക് പറയാനുള്ളത്, പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ, സോഷ്യൽ മീഡിയ ആണല്ലോ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ പറയണമെന്ന് തോന്നി. RTC ഇഷ്ടപ്പെടുന്ന KSRTCയിൽ ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരു സാധാരണ യാത്രക്കാരന്റെ ഒരു വലിയ റിക്വസ്റ്റ് ആണ്. ഉചിതമായ നടപടികൾ ഉണ്ടാകുമെന്ന് മാത്രം പ്രതീക്ഷിക്കുന്നു. നന്ദി.